ഒൻപതാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിൽ ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്ന പോയം നമ്മൾ മലയാളം എക്സ്പ്ലനേഷൻ ഡിസ്കസ് ചെയ്തു. ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ രണ്ട് ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഫസ്റ്റ് 8 ക്വസ്റ്റ്യൻസും പിന്നീടുള്ള 4 ക്വസ്റ്റ്യൻസും നമുക്ക് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. മലയാളം എക്സ്പ്ലനേഷൻ്റെ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലിലുണ്ട്, കണ്ടു നോക്കുക. ഫസ്റ്റ് നമുക്ക് 8 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വൈ കുഡ് നോട്ട് എൽസ ഫൈൻഡ് എനി ഫുട് പ്രിൻറ്റ്സ്? എന്തുകൊണ്ട് എൽസയ്ക്ക് കാൽപ്പാടുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെ എഴുതാം? എൽസ കുഡ് നോട്ട് ഫൈൻഡ് എനി ഫുട് പ്രിൻറ്റ് ബിക്കോസ് ദ പാലസ് ഈസ് എ കിങ്ഡം ഓഫ് ഐസൊലേഷൻ. നോബഡി ഹാസ് വർക്ക്ഡ് ദർ. അല്ലേ, ആ ഒരു പാലസ് ഒറ്റപ്പെടലിൻ്റെ ഒരു കിങ്ഡമായിരുന്നു അല്ലേ, അതുകൊണ്ട് തന്നെ അവിടെ ആരും നടന്നിട്ടില്ല. അതുകൊണ്ട് എൽസയ്ക്ക് അവിടെ ഫുട് പ്രിൻറ്റ്സ് അല്ലേ, കാൽപാദങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൈ ഈസ് എൽസ ആസ്ക്ഡ് ടു കൺസീൽ ഹെർ ഫീലിങ്സ്? അല്ല, എൽസയുടെ വികാരങ്ങൾ മറച്ചു വെക്കാൻ എൽസയോട് ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? എൽസ ഈസ് ആസ്ക്ഡ് ടു കൺസീൽ ഹെർ ഫീലിങ്സ് ടു റിമൈൻ ദ ഗുഡ് ഗേൾ ഷീ ഓൾവേസ് ഹാസ് ടു ബി. എല്ലായ്പ്പോഴും അവൾ നല്ല പെൺകുട്ടിയായിട്ട് തുടരാൻ അല്ലേ, അവളുടെ ആ ഫീലിങ്സൊക്കെ കൺട്രോൾ ചെയ്തിട്ട് ജീവിക്കാനാണ് അവളോട് ആവശ്യപ്പെടുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ഷീ മീൻ ബൈ ലെറ്റ് ഇറ്റ് ഗോ? എന്താണ് ഇവിടെ അവൾ അർത്ഥമാക്കുന്നത് ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്നതിനെ കുറിച്ചിട്ട്? ബൈ ലെറ്റ് ഇറ്റ് ഗോ ഷീ മീൻസ് ഷീ ഈസ് ലെറ്റിംഗ് ഹെർ ഫീലിങ്സ് ഗോ ഔട്ട് ഓപ്പൺലി ആസ് ഷീ കാൺറ്റ് ഹോൾഡ് ദം ബാക്ക് എനി മോർ. ലെറ്റ് ഇറ്റ് ഗോ എന്നതിൻ്റെ അർത്ഥം എന്താണ്? അത് പോകട്ടെ അല്ലേ, അവൾ തൻ്റെ വികാരങ്ങൾ തുറന്നു പറയാൻ അനുവദിക്കുകയാണെന്നാണ്. കാരണം അവൾക്ക് അവയെ പിടിച്ചു നിർത്താൻ കഴിയില്ല. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ, ഡിസ്റ്റൻസ് മേക്സ് എവറിത്തിങ് സീം സ്മോൾ. വാട്ട് ഡസ് ഡിസ്റ്റൻസ് സജസ്റ്റ്? ദൂരം എല്ലാം ചെറുതായി തോന്നും. ദൂരം അതായത് ഡിസ്റ്റൻസ് എന്താണ് ഇവിടെ നിർദ്ദേശിക്കുന്നത്? ഡിസ്റ്റൻസ് സജസ്റ്റ് ദ പാസ്റ്റ് ആൻഡ് ദ തിങ്സ് ദാറ്റ് ഹാഡ് ഹാപ്പൻഡ് ലോങ് എഗോ. ഡിസ്റ്റൻസ് എന്നുള്ളത് ഭൂതകാലത്തെയും കഴിഞ്ഞുപോയ കാലത്തെയുമാണ്, കുറേ കാലം മുന്നേ നടന്ന സംഭവത്തെയുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ആൻഡ് വൺ തോട്ട് ക്രിസ്റ്റലൈസ് ലൈക്ക് ആൻ ഐസ് ബ്ലാസ്റ്റ്. വാട്ട് തോട്ട് കുഡ് ദിസ് ബി? ഒരു തോട്ട് അല്ലെ, ഒരു ചിന്ത മഞ്ഞു മൂടിയ സ്ഫോടനം പോലെ സ്ഫടികമായി മാറുന്നു. ഇത് എന്തായിരിക്കാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ദ തോട്ട് ദാറ്റ് ഷീ വുഡ് നെവർ ഗോ ബാക്ക് ടു ദ സ്റ്റേറ്റ് ഓഫ് ഡൗട്ട് ആൻഡ് അൺസർട്ടനിറ്റി. ദ പാസ്റ്റ് ഈസ് പാസ്റ്റ്, ഇറ്റ് ഈസ് ഗോൺ. എന്താ ഇവിടെ പറയുന്നത്? അവൾ ഒരിക്കലും സംശയത്തിൻ്റെയും അനിശ്ചിതത്വത്തിൻ്റെയും അവസ്ഥയിലേക്ക് മടങ്ങില്ല എന്ന ചിന്ത. ഭൂതകാലം അല്ലെ, പാസ്റ്റ് ഈസ് പാസ്റ്റ്, ഇപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞു, അത് പോയി. സിക്സ്ത് ക്വസ്റ്റ്യൻ, യു വിൽ നെവർ സീ മീ ക്രൈ. വൈ ഡസൻറ്റ് എൽസ വാണ്ട് അതേഴ്സ് ടു സീ ഹെർ ക്രൈ? എൽസ പറയാണല്ലേ, ഞാൻ കരയുന്നത് നിങ്ങൾ ഒരിക്കലും കാണില്ല എന്ന്. എന്തുകൊണ്ടാണ് അവൾ കരയുന്നത് മറ്റുള്ളവർ കാണാൻ അവൾ ആഗ്രഹിക്കാത്തത്? എൽസ ഡസ് നോട്ട് അതേഴ്സ് ടു സീ ഹെർ ക്രൈ because she has now become strong like the wind and the sky. എന്താണ്? എൽസയ്ക്ക് മറ്റുള്ളവർ മറ്റുള്ളവർ അവൾ കരയുന്നത് കാണാൻ ഇഷ്ടമല്ല. എന്താണ്? അവളിപ്പോൾ സ്ട്രോങ് ആണ് അല്ലേ, എങ്ങനെ? ലൈക്ക് വിൻഡ് ആൻഡ് ദ സ്കൈ അല്ലേ, കാറ്റും ആകാശവും പോലെ അവളിപ്പോൾ നല്ല സ്ട്രോങ് ആണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് എൽസ വിഷ് ടു റൈസ്? എങ്ങനെയാണ് എൽസ ഉയരാൻ ആഗ്രഹിക്കുന്നത്? എൽസ വിഷസ് ടു റൈസ് ലൈക്ക് ദ ബ്രേക്ക് ഡൗൺ അല്ലേ, ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ? പ്രഭാതം അല്ലേ, പ്രഭാതത്തിൻ്റെ ആ ഒരു ബ്രേക്ക് പോലെയാണ് എൽസ ഉയരാൻ ആഗ്രഹിക്കുന്നത്. ഇതിലെ 8th ക്വസ്റ്റ്യൻ, ദ പെർഫെക്റ്റ് ഗേൾ ഈസ് ഗോൺ. ഹൂ ഈസ് ദ പെർഫെക്റ്റ് ഗേൾ റെഫേർഡ് ടു ഹിയർ? പെർഫെക്റ്റ് ആയിട്ടുള്ള ആ പെൺകുട്ടി പോയി അല്ലേ, ആ ഒരു തികഞ്ഞ പെൺകുട്ടി പോയി. ആരെയാണ് ഇവിടെ ആ പെർഫെക്റ്റ് ഗേൾ, ആ തികഞ്ഞ പെൺകുട്ടി എന്ന് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്, അർത്ഥമാക്കുന്നത്? ദ പെർഫെക്റ്റ് ഗേൾ റെഫേർഡ് ടു ഹിയർ ഈസ് ദ ഗേൾ ഹൂ വാസ് കൺസീലിംഗ് ഹെർ ഫീലിങ്സ്, ട്രൈങ് ടു അപ്പിയർ
ടു ബി ദ ഗുഡ് ഗേൾ ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ്. ഇവിടെ ആ പെർഫെക്റ്റ് ഗേൾ എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? തൻ്റെ വികാരങ്ങളെയെല്ലാം ഉള്ളിലൊതുപ്പിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ വരാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയെയാണ് ഇവിടെ പെർഫെക്റ്റ് ഗേൾ എന്ന് അർത്ഥമാക്കുന്നത്. ഇനി നെക്സ്റ്റ് സെക്ഷനിലുള്ള 4 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡസ് ലെറ്റ് ഇറ്റ് ഗോ പോർട്ടറി എൽസ ഡീലിംഗ് വിത്ത് ഹെർ പ്രോബ്ലംസ് ഓർ റണ്ണിങ് അവേ ഫ്രം ഹെർ പ്രോബ്ലംസ്? എക്സ്പ്ലെയിൻ. അതായത് ഈ ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്ന ഈ ഒരു പോയം എൽസ തൻ്റെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതോ അതല്ലെങ്കിൽ അവളുടെ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നതോ ആയി ചിത്രീകരിക്കുന്നുണ്ടോ? വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ലെറ്റ് ഇറ്റ് ഗോ പോർട്രേസ് എൽസ ഡീലിംഗ് വിത്ത് ഹെർ പ്രോബ്ലംസ് ആൻഡ് നോട്ട് റണ്ണിങ് അവേ ഫ്രം ഹെർ പ്രോബ്ലംസ്. അവളുടെ പ്രശ്നങ്ങൾ അവൾ പരിഹരിക്കുകയാണ് ചെയ്യുന്നത്. അവളുടെ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടുകയല്ല ചെയ്യുന്നത്. ഇൻ ദ ബിഗിനിങ്, തുടക്കത്തിൽ നമുക്ക് കാണാൻ കഴിയും, വി സീ ഹെർ ടു ബി ടു ഷൈ ആൻഡ് ടിംഡ് ഈവൻ ടു അപ്പിയർ ബിഫോർ അതേഴ്സ്. അല്ലേ, അവൾ ഭയങ്കര ഷൈ ആയിട്ടുള്ള, മറ്റുള്ളവരുടെ മുന്നിൽ പോലും പ്രത്യക്ഷപ്പെടാൻ മടിയുള്ള ഒരാളായിരുന്നു. അറ്റ് എ സർട്ടൈൻ പോയിന്റ് ഇൻ ലൈഫിലൊരു പ്രധാന പോയിന്റിൽ എത്തിയപ്പോൾ ഷീ ഡിസൈഡഡ് ടു ഫ്രീ ഹെർസെൽഫ് ടു സോഷ്യറ്റൽ എക്സ്പെക്ടേഷൻ and live according to her deepest wishes. She sings a song, Let It Go, to show this decision as she builds an ice palace for herself. Second question, the song highlights the problems that can arise when you hide who you really are. Do you agree with this statement? Why? എന്താണ്, നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് നിങ്ങൾ മറച്ചു വെക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ ഗാനം എടുത്തു കാണിക്കുന്നുണ്ട്. ഈ ഒരു പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. I quite agree with the statement. When we try to hide who we are really are, we will be always under stress. There is always a storm raging inside us because of the concealed emotions. By trying to appear nice to others, we are negating our personality and we can then never be happy. Caged bird is never happy. Similarly, a person who always hides his or her true feelings can never be happy. എന്താ പറയുന്നത്? ഈ ഒരു പ്രസ്താവനയോട് ഞാൻ തികച്ചും യോജിക്കുന്നു. നമ്മൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് മറച്ചു വെക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളെപ്പോഴും സമ്മർദ്ദത്തിലായിരിക്കും, അല്ലേ? മറഞ്ഞിരിക്കുന്ന വികാരങ്ങൾ കാരണം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു കൊടുങ്കാറ്റ് വീശുന്നുണ്ടാവും. മറ്റുള്ളവർക്ക് നല്ലതായി തോന്നാൻ ശ്രമിക്കുന്നതിലൂടെ നമ്മുടെ വ്യക്തിത്വത്തെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, നമുക്കൊരിക്കലും സന്തോഷിക്കാൻ കഴിയില്ല. കൂട്ടിലടച്ച പക്ഷി ഒരിക്കലും സന്തോഷവാനല്ലല്ലോ. അതുപോലെ തന്നെ യഥാർത്ഥ വികാരങ്ങൾ എപ്പോഴും മറച്ചു വെക്കുന്ന ഒരാൾക്ക് ഒരിക്കലും സന്തോഷവാനായിരിക്കാൻ കഴിയില്ല. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് കുഡ് ബി ദ കോൺസിക്വൻസ് ഓഫ് സപ്പോർട്ടിങ് വൺസ് ട്രൂ സെൽഫ്? ഒരാളുടെ യഥാർത്ഥ വ്യക്തിത്വത്തെ അടിച്ചമർത്തുന്നതിൻ്റെ അനന്തരഫലങ്ങൾ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായിരിക്കാം? എന്താണ്? The consequences of suppressing one's true self are disastrous. By suppressing one's true self, the one is trying to live life different from what he or she wants. Concealed feelings and emotions make the person tense, and she or he will never be able to enjoy his or her life. He will always appear sad, tense and angry. One should live his life the way he wants it and not the way others want it. എന്താ പറയുന്നത്? അതായത് ഒരാളുടെ യഥാർത്ഥ സ്വയത്തെ, അല്ലേ, സെൽഫ്, അല്ലേ, അടിച്ചമർത്തുന്നതിൻ്റെ അനന്തരഫലങ്ങൾ വിനാശകരമാണ്, അല്ലേ? ഒരാളുടെ അസ്വസ്ഥത്തെ അടിച്ചമർത്തുന്നതിലൂടെ അയാൾ ആഗ്രഹിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവിതം നയിക്കാനാണ് ഒരാൾ ശ്രമിക്കുക. മറഞ്ഞിരിക്കുന്ന വികാരങ്ങളും വിചാരങ്ങളും വ്യക്തിയെ പിരിമുറുക്കത്തിലാക്കുന്നു. അയാൾക്കൊരിക്കലും അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ജീവിതം ആസ്വദിക്കാൻ കഴിയില്ല.
അവൻ എപ്പോഴും ദുഃഖിതനും പിരിമുറുക്കവും ദേഷ്യവുമൊക്കെയായി പ്രത്യക്ഷപ്പെടും. ഒരാൾ തൻ്റെ ജീവിതം അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കണം, മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന രീതിയിലല്ല ജീവിക്കേണ്ടത്. ഇത്രയുമാണ് നമ്മുടെ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും. ഇനി ഇതിൻ്റെ ആക്ടിവിറ്റീസ് നമുക്ക് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ അത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.